ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് വിക്കി കൗശലിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ചാവ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. ഈ ഒരു കമ്പനിയുടെ അണ്ടറിൽ വന്നിട്ടുള്ള പടങ്ങളുടെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീ യൂണിവേഴ്സിലൊക്കെ വരുന്ന പടങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വിധം എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർ ലക്ഷ്മൺ ഉത്തേക്കർ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ഫിൽമോഗ്രഫി ഉള്ള ഒരു ഡയറക്ടറാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ ആര്യന്റെ ലുക്ക ചുപ്പി അതൊക്കെ അങ്ങേരെ എടുത്തിട്ടുള്ള പടങ്ങളാണ്. വേറെ ഉണ്ട് ഒന്ന് രണ്ട് പടങ്ങൾ, മെയിൻ പടങ്ങളും കൂടി ഉണ്ട് അങ്ങേരുടെ. സോ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പ്രൊഡക്ഷൻ ക്വാളിറ്റി ടോപ്പ് 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 നോച്ച് എന്ന് പറഞ്ഞേ തീരൂ. കാരണം അമ്മാതിരി ലെവലിലാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും അവർ ചെയ്തു വെച്ചേക്കുന്നത്. ക്വാളിറ്റിയിൽ ഒരു തരത്തിലും അവർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. പിന്നെ എടുത്തു പറയേണ്ടത് എ ആർ റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ലെജൻഡറി മനുഷ്യനായത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇന്നത്തെ കിഡ്സൊക്കെ ഈ ഒരു സാധനമൊക്കെ ഒന്ന് കണ്ടു വെക്കണം. കാരണം സംഭവം ശരിയാണ്, ഇടയ്ക്ക് വന്ന സാധനങ്ങളൊന്നും വലിയ ഓളൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങേരെ ഒരു ലെജൻഡറി മനുഷ്യനാണെന്നുള്ളത് ഈ ഒരു സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇതൊരു ഇന്റർനാഷണൽ പടം കാണുന്ന ലെവലിലാണ് നിങ്ങൾക്ക് ഈ ഒരു സിനിമ കണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഓരോ മൊമെന്റും തുടക്കം മുതൽ അവസാനം വരെ വെട്ടിച്ചില്ലായിട്ട് ആക്ഷൻ സീക്വൻസിനകത്തും ഇമോഷണൽ രംഗത്തിനകത്തൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് തന്നെയാണ് എ ആർ റഹ്മാൻ കാഴ്ചവെച്ചിട്ടുള്ളത്. ഒരു രക്ഷയില്ല. എന്തോ ഒരു മ്യൂസിക് കമ്പോസിംഗ് ആണ് ഇതൊക്കെ. ഒരു ഇന്ത്യൻ സിനിമ കാണുന്ന ഒരു ഫീല് ശരിക്കും ഇതിന്റെ ഒരു കഥ നോക്കുമ്പോൾ മാത്രമേ തോന്നുള്ളൂ. ഇപ്പോൾ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യില്ല. വിക്കി കൗശലൻ, അക്ഷയ് ഖന്ന, എന്റെ അമ്മോ എമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു അവരുടെ. ഇതിൽ അക്ഷയ് ഖന്ന എവിടെയാന്നുള്ളത് ആക്ച്വലി എനിക്ക് മനസ്സിലായിരുന്നില്ല. കാരണം ഞാൻ ട്രെയിലറും കാര്യങ്ങളൊന്നും കാണാതെയാണ് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ പടം ആയതുകൊണ്ട് ട്രെയിലർ കണ്ടുകഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ഞാൻ ഇതിന്റെ ട്രെയിലർ കാണാണ്ടാണ് പോയത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി അക്ഷയ് ഖന്നയുടെ പെർഫോമൻസ് കണ്ടിട്ട്. ഔറംഗസേബായിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ഈ മോനെ ഒരു രക്ഷയില്ല. കാരണം അത്രയധികം മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അങ്ങേരുടെ ആ ഒരു അഭിനയവും ഒരു തരത്തിലും നിങ്ങൾക്ക് എന്താ പറയുക മോശം പറയാൻ പറ്റില്ല. ആ ഒരു മനുഷ്യനെ പറ്റിയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സിനിമയ്ക്കകത്ത് മോശം പറയാനില്ല. ഇവർ തമ്മിലുള്ള ഫേസ് ഓഫ് വരുന്ന സമയത്ത്, അതായത് മുഖാമുഖം വരുന്ന സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ റേഞ്ചാണ്. പിന്നെ അതുപോലെ വിക്കി കൗശൽ എമ്മാതിരി നടനാണ്. നിങ്ങളുടെ ഫിലിമോഗ്രഫിയിലുള്ള ഏറ്റവും ബെസ്റ്റ് അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോവും. അത്തരത്തിലുള്ളൊരു സാധനം, ഒരു നാഷണൽ അവാർഡ് വിന്നിങ്ങിന് വരെയുള്ള ഒരു പരിപാടി ഈ ഒരു പടത്തിനകത്ത് നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആക്ഷനൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഉള്ള ആ ഒരു ഗാംഭീര്യം, ഇതിലൊരു സിംഹമൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട്. CG വർക്കൊക്കെ കിട്ടും, ടോപ്പ് നോച്ച് സാധനം. അതുപോലെ തന്നെ ശരിക്കും പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഗത എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒന്നുമല്ല. അത്രയും വെയിറ്റ് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലുള്ള സാധനം, വെയിറ്റ് ഉള്ളൊരു സാധനമാണ്. ശരിക്കും ഇതിൽ ഗതയും കൊണ്ടുള്ളൊരു ഫൈറ്റൊക്കെ ഉണ്ട്. അതൊരു കാടിന്റെ ഉള്ളിൽ വെച്ചിട്ടും അങ്ങനത്തെ പരിപാടിയൊക്കെ പിടിച്ചിട്ടൊരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും ആള് എടുക്കുന്ന സമയം നമുക്ക് ഫീൽ ചെയ്യും. അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളൊരു സാധനമാണ്, അത് വെച്ചിട്ടാണ് പടയ്ക്കാൻ പോകണമെന്നുള്ളൊരു ഫീല് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ട്. സോ അത്രയധികം ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങേരെ അത് ചെയ്തു വെക്കുന്ന സമയത്ത്. പിന്നെ ഒന്നാമത് ഫിസിക്കൊക്കെ വേറെ റേഞ്ചിലാക്കി വെച്ചിട്ടുണ്ട്. അത്രയും നല്ല രസമായിട്ട് അദ്ദേഹം ആ ഒരു ഫ്ലെക്സിബിളോട് കൂടിയിട്ടാണ് ആക്ഷൻ രംഗങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇമോഷൻ രംഗങ്ങൾ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് വരേക്കും ആ ഒരു വീരം ശൗര്യം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം അദ്ദേഹം അത് നിലനിർത്തിയിട്ടുള്ള ആ ഒരു എനർജറ്റിക് പെർഫോമൻസ്, എനർജറ്റിക് ലെവൽ ഉണ്ടല്ലോ, വേറെ റേഞ്ച് ആയിരുന്നു. ഞാൻ കഥ അധികം ഞാൻ പറഞ്ഞ് ഇതാക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ ഹിസ്റ്റോറിക്കൽ പടം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അത് പ്രതീക്ഷിച്ച് പ്രഡിക്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു എൻജോയബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും ഇത് ഓരോന്ന് കേൾക്കുന്ന സമയത്തും. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത് പെർഫോമൻസും ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് മാത്രമാണ്. ഔറംഗസേബിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ റേഞ്ചിൽ ആസ്വദിക്കാൻ പറ്റും ഈ ഒരു സിനിമ. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പോയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഹിസ്റ്ററി അത്യാവശ്യം നല്ല രീതിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കെന്നും പറഞ്ഞ പോലെ വേറെ റേഞ്ചിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഈ ഒരു ചാവ എന്ന് പറയുന്നത്. ഒരുപാട് കാസ്റ്റിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു സിനിമയ്ക്കകത്ത്. അത് നിങ്ങൾ കണ്ടു തന്നെ അറിയാം. രാഷ്മിക മന്ദാനിക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. എനിക്ക് ആക്ച്വലി വലിയ പിടുത്തം തോന്നിയില്ല ഈ ഒരു ക്യാരക്ടറിനകത്ത് ഇവരെ പ്ലേസ് ചെയ്ത ആ ഒരു സംഭവം ഒന്നും എനിക്ക് വലിയ ഇമ്പ്രഷൻ ഒന്നും തോന്നിയൊന്നുമില്ല. വിക്കി കൗശലിന്റെ ഒപ്പൊക്കെ പിടിച്ചെടുക്കണമെങ്കിൽ ലേശം പറഞ്ഞു നല്ലൊരു റേഞ്ച് തന്നെ വേണം. വിക്കി കൗശലിന്റെ ആ ഒരു ക്യാരക്ടറിനെ സിംഹമൊക്കെ ആയിട്ടാണ് ഉപമിക്കുന്നത്. അത് എന്തുകൊണ്ടാന്നൊക്കെ ചോദിച്ചാൽ അത് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഓരോ പീക്ക് പെർഫോമൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടും. ഒരു ലയൺ, ഗർജിക്കുന്ന സിംഹം എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ തന്നെ വിട്ടുകൊടുക്കാത്തൊരു തരത്തിലൊരു പരിപാടികളൊക്കെയാണ് ഈ ഒരു പടത്തിനകത്തുള്ളത്.
എൻ്റെ അമ്മ വാർ സീക്വൻസുകളൊക്കെ ഉണ്ടല്ലോ, വേറെ റേഞ്ച്, കോസ്റ്റ്യൂം, ആർട്ട് ഡിപ്പാർട്ട്മെന്റ്. ഞാൻ പറഞ്ഞല്ലോ, മാഡോക് ഫിലിംസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ടീമുകളാണ്. അവർ വേറെ റേഞ്ചിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ഒരു കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഭയങ്കര രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനൊക്കെ നല്ല കാശ് എന്തായാലും ഇറക്കിയിട്ടുണ്ടാവും കേട്ടോ അവർ. അതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകളൊക്കെ ചെയ്യാനാണ്. ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു റഷ്യയിൽ നിന്ന് കണ്ടിറക്കിയിട്ടുള്ള പുതിയൊരാളെയാണ് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നണത്. ഞാൻ കേട്ട് പരിചയമുള്ള പേരൊന്നല്ല ഞാൻ അവിടെയും ഇവിടെയും നോക്കിയപ്പോൾ കണ്ടതൊന്നും. എന്തായാലും അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും റഷ്യ എന്നൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട്, റഷ്യന്നോ അങ്ങനെ എന്തോ ഒരു രാജ്യത്തു നിന്നാണ്, അവരൊക്കെ വന്നിട്ട് ഇത്രയധികം ഗംഭീരമായിട്ട് ചെയ്യുമെന്നുള്ളത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ട് വേണം ഈ ഒരു സാധനം ഇത്ര വെടിപ്പായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ നിന്നൊക്കെ അനുമതി കിട്ടിയിട്ട് വേണം ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതിനും അത്യാവശ്യം നല്ല രീതിയിൽ പണിയെടുക്കണം. അതൊക്കെ എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരം എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. എന്തായാലും ഞാൻ ഈ ഒരു സിനിമ കാണാൻ വൈകിയത് മലയാളത്തിൽ തന്നെ ഒരു 3-4 സിനിമകളുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്, പിന്നെ അത് മാത്രമല്ല തൃശ്ശൂർ ഇനോക്സ് പോയിട്ട് വേണം ഈ ഒരു ചാവ എന്ന് പറയുന്ന ഈ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ടാണ് വൈകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. സോ നിങ്ങളിതൊരു നല്ലൊരു തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഇനോക്സ് എന്ന് പറയുന്ന തിയേറ്റർ എനിക്ക് പണ്ടേ വലിയ പിടുത്തമില്ലാത്തൊരു സാധനമാണ്. പക്ഷേ ഒരു 4K ഡോൾബി അറ്റ്മോസ് സിസ്റ്റം ഒക്കെ ഉള്ളൊരു തിയേറ്ററിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐമാക്സ് പോലുള്ള തിയേറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തെ ആലോചിച്ച് അവിടെ പോയി സിനിമ കാണുക. കാരണം അത്രയധികം ഗംഭീരമായിട്ടുള്ള AR റഹ്മാൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും, വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ്, കളർ ഗ്രേഡിംഗ് ഒക്കെ വേറെ ലെവൽ, ഒന്നും പറയാനില്ല. അത്രയധികം ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നല്ല തിയേറ്റർ തന്നെ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. എന്തായാലും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ് ഈ ഒരു ചാവ എന്ന് പറയുന്ന സിനിമ. OTT-യിലൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമായിരിക്കും ഈ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണാതെ പോകുന്നത്. സോ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.